ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് എന്താണ് ഈ ഒരു CPU-ൻ്റെ അകത്തെന്നാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാം എന്തായിരിക്കും ഈ ഒരു CPU-ൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇത് ഫുൾ അഴിച്ചു പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അധികം സമയം വെയിറ്റ് ചെയ്താൽ തന്നെ നേരെ നമുക്ക് ഈ സാധനം അഴിച്ചു പറിക്കാം കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ അത് എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഫുള്ളായിട്ടൊന്ന് അഴിച്ചു പറിക്കാം. അപ്പം ഈ ഒരു ഇത്രയും പാർട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അഴിച്ചെടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ഉള്ള പണി നോക്കാം. അതിന് ഈ സൈഡിലായിട്ട് 2 സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂ നമ്മൾ അഴിക്കാൻ പോവാണ്. ഗൈസ്, 2 സ്ക്രൂ ഉണ്ടായിരുന്നില്ല, ഒരു സ്ക്രൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സ്ക്രൂ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം എങ്ങനെ നീക്കിയെടുക്കാം. അപ്പം ഈ കാണുന്നതാണ് ഒരു CPU-ൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇത് നമ്മുടെ പ്രൊസസ്സർ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഫാനാണിത്. ഇത് നമ്മുടെ SMBS ആണ്. ഇത് വളരെ കുറഞ്ഞ സ്പെക്കിലുള്ളൊരു CPU ആണ്. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ റാം എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതാണ് റാം സ്ലോട്ട്. അപ്പോൾ 2 റാം സ്ലോട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ആ റാം നമ്മൾ പയ്യെ ഊരിയെടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റാം, കണ്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ക്ലീൻ അല്ലാത്തതുകൊണ്ട് സാധനം പോകണമെന്നില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ റാമൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ലോക്കൊക്കെ അതേപോലെ തന്നെ വീണോളൂ കേട്ടോ. ഇപ്പോൾ ലോക്കൊക്കെ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. അങ്ങനെ റാം നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി ഒരു ഫാനൊക്കെ നമ്മൾ നേരത്തെ നന്നാക്കി എടുത്താണ്. ഇന്റലിൻ്റെ ഫാനാണ്. പ്രൊസസ്സർ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡിനാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഇരിക്കുന്ന സംഭവം ഇതാണ് ഹാർഡ് ഡിസ്ക്. ഇതിപ്പോൾ എത്ര GB ഹാർഡ് ഡിസ്ക് ആണെന്ന് നമുക്കറിയില്ല, കാണാനും പറ്റില്ല ഗൈസ് എത്ര GB ആണ്. ഇപ്പോൾ നമ്മുടെ ഒത്തിരി പഴക്കമുള്ളൊരു CPU ആണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ 2 എക്സ്ട്രാ വയർ കാണുന്നത് എന്തിനാണാവോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് കാണാനുള്ളൂ. കൂടുതലായിട്ട് ഞാൻ അയച്ചു പറിക്കുന്നില്ല, തിരിച്ച് വിറ്റിയാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ SMBS. ഇത് DC ഔട്ട്പുട്ട് റേറ്റിംഗ് 5 വോൾട്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് 450 വാട്ടിൻ്റെ SMBS കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ 2 റാം സ്ലോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന 2 റാം സ്ലോട്ട്. പുതിയ സിസ്റ്റത്തിൽ 3, 4 റാം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടത്. പിന്നെ ഈ ഇവിടെ ഒരു ബാറ്ററി നിങ്ങൾക്ക് കാണേണ്ടത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ടൈമില്ല നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ അത്. ആ ടൈം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴും തെറ്റിപ്പോവാതെ അല്ലെങ്കിൽ തെറ്റിപ്പോവാതിരിക്കാനുള്ളൊരു ബാറ്ററിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ആ ഒരു ക്ലോക്ക് സിസ്റ്റം ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് മദർ ബോർഡാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ പ്രൊസസ്സർ വരുന്നത്. അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫാനാണിത്. നമ്മുടെ പ്രൊസസ്സർ ഹീറ്റ് ആകുമ്പം ഒത്തിരി ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടി അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നുള്ള ചൂട് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഫാനാണിത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. ബാക്കിയുള്ള അധികം കാര്യങ്ങളും ടെക്നിക്കലായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എങ്കിലും ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒരു ഉപകാരപ്പെട്ടോന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സംഭവം നമുക്ക് തിരിച്ച് വിറ്റ് കേട്ടോ. അപ്പം ഇത് ഈ ഒരു ഫാൻ്റെ കവറാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. ഫാനകത്തേക്ക് തന്നെ അങ്ങനെ വെച്ചിട്ട് നേരത്തെ വയ്ക്കുക. നമ്മുടെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നല്ല, ഒരു സ്ക്രൂ നമ്മുടെ ഊരിപ്പോയതാണ്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ച് സ്ക്രൂ ചെയ്യുക. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കണം, സാധനം വർക്ക് ചെയ്യുമല്ലോ എന്ന് അറിയണമല്ലോ. അപ്പം ഇതിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ കുറേ അധികം പോർട്ടുകളുണ്ട്. ഇവിടെ നമ്മുടെ പവർ ഇൻപുട്ടുണ്ട്, CPU എന്നുള്ളത് കുത്താനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇത് മൗസിൻ്റെ ഒക്കെ കണക്ടിവിറ്റിയാണ്. പിന്നെ 1, 2, 3, 4 USB കണക്ഷൻ ഉണ്ട്. പിന്നെ ഇത് മൈക്ക് അതുപോലെയുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യാനുള്ളത്. ഇത് വേറൊരു പോർട്ടാണ്. ഇതൊക്കെ പല പല സാധനങ്ങൾ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഫാൻ്റെ 2 ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊന്നും കാശില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെയധികം പഴയ ഒരു CPU ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാണുക.
ഒഡാസിന്റെ ഒരു ക്യാബിനറ്റാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അതായത് അപ്പോൾ നമ്മൾ CPU വെക്കണത് ഇവിടെയാണ്. അപ്പോൾ CPU ഓൾറെഡി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റം പോട്ടെ, മോണിറ്ററിൽ നിന്ന് വരുന്ന ഇൻപുട്ട് കേബിളാണ് നമ്മുടെ CPU കൊടുക്കാനുള്ളത്. നമ്മൾ ഇവിടെ കൊടുക്കാണ്. കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ കണക്ട് ചെയ്യണം. വർക്കായാൽ മതിയായിരുന്നു. വർക്കായില്ലെങ്കിൽ ഇത് അടപടലം പോയി എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെക്ക് വേറെ 2-3 കേബിൾ മാത്രമേ കണക്ട് ചെയ്യുന്നു. ഇത്രയധികം പോർട്ടുകളുണ്ടെങ്കിലും. ഇനി നമുക്ക് അടുത്തായിട്ട് കണക്ട് ചെയ്യേണ്ടത് CPUവിൻ്റെ പവർ ഇൻപുട്ടാണ്. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ ഇതാണ് നമ്മുടെ കേബിൾ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്യണം. ഇതിലേക്കല്ല കണക്ട് ചെയ്യേണ്ടത്, ഈ രണ്ടാമത്തെ AC ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. 220 വാൾട്ട് ടു 50 ഹെർട്സ് ആണ് ഇതിൻ്റെ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി മൗസിൻ്റെയും കീബോർഡിൻ്റെയും ഉണ്ട്. നമുക്ക് USB ആണ് വരുന്നത്. അപ്പോൾ USB-യുടെ 2 പോർട്ടിലേക്ക് സാധനം കണക്ട് ചെയ്തിടാം. ഒന്ന് ഒരാടെ ഉണ്ടല്ലോ, 2. അപ്പോൾ 2 സാധനം നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, അവിടെ ഇരിക്കണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് മോണിറ്ററും കീബോർഡും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമുക്ക് കീബോർഡിൻ്റെ കണക്ഷൻ കൊടുക്കാം, അല്ല CPUവിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ ഓൺ ആക്കണം. ഈ വയറും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ആരും കാണാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. വർക്കാവില്ലയോ എന്നറിയാം. അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. ഓണായി കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റും. നോ ഗൈസ്, ഒരനക്കവും കാണുന്നില്ല. ഓണായി. മോണിറ്ററിൽ വരാൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം സംഭവം ഓണായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു പഴയ സിസ്റ്റമാണെന്ന്. അപ്പോൾ ആ രീതിയിൽ വേണം ഇതിനെ നോക്കി കാണാനായിട്ട്. Then 5 seconds, system continues in 3 seconds, 2 seconds, 1 seconds. Okay, 0. അയ്യോ, അടിച്ചുപോയോ? ഹലോ. നോ സിഗ്നല. ദിസ് ഈസ് നോട്ട് ഗുഡ് ഗൈസ്. മെമ്മറി റൺ അറ്റ് സിംഗിൾ ചാനൽ ഡിറ്റക്റ്റിംഗ് IED ഡ്രൈവ്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുമ്പോൾ വരാറുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വരൂ. വെരിഫൈങ് DMI പൂൾ ഡാറ്റ. വാട്ട് ഈസ് ദാറ്റ്? എന്തായാലും ഓട്ടെ, ഓണായാൽ മതി. സ്റ്റാർട്ടിങ് വിൻഡോസ് സക്സസ്ഫുള്ളി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഓണാക്കുമ്പോൾ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓണാവാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അയക്കുക, റാം ഒന്ന് ക്ലീൻ ചെയ്യുക, തിരിച്ചിടുക, അടച്ചു വയ്ക്കുക. എന്നിട്ട് പിന്നെ ഓണാക്കി വെക്കുക. സംഭവം സെറ്റാവുന്നതാണ്. റാമിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ റാം ലൂസായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പൊടി പിടിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഞാനൊന്ന് റാം ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടപ്പോഴത്തേക്കും സംഭവം സെറ്റായിട്ടുണ്ട്, ഓണായിട്ടുണ്ട്. ഇത് ലോഡായിട്ട് വരാൻ കുറേ സമയം എടുക്കും കഴിച്ച്. അത് ഞാൻ പറഞ്ഞത് ഒരു പഴയ സിസ്റ്റമാണെന്ന്. അപ്പം അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിന് ലഭിക്കുള്ളൂ. യെസ് ഗൈസ്, അപ്പം സംഭവം ഓണായിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ന്യായ ഒച്ചയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡോബ് ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടർ, VLC പ്ലെയർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പം ഇനി നമുക്ക് നേരെ ഷട്ട് ഡൗൺ ചെയ്തേക്കാം. ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Alt F4 ആക്കി കഴിഞ്ഞാൽ സാധനം ഷട്ട് ഡൗൺ ആവുന്നതാണ്. എവിടെ ഗൈസ്, ഇതൊക്കെ സെറ്റായി പറ്റേട്ടോ. അയ്യോ, പണി പാളി. വിൻഡോസ് എക്സ്പ്ലോറർ ഈസ് നോട്ട് റെസ്പോണ്ടിങ്, ക്ലോസ് ദ പ്രോഗ്രാം. ഗൈസ്, Alt F4 വേടാ മോനെ, എവിടെ? കമോൺ. കീബോർഡിൻ്റെ കണക്ഷൻ വന്നില്ലേ? കീബോർഡിൻ്റെ കണക്ഷൻ വന്നില്ല ഗൈസ്. നമ്പർ ലോക്ക് ഇട്ടോക്കാം, ക്യാപ്സ് ലോക്ക്. കീബോർഡിൻ്റെ കണക്ഷൻ വന്നിട്ടില്ല. ഇപ്പോൾ വന്നു. Alt F4 ആക്കി കഴിഞ്ഞാൽ എന്തിനീച്ചത് എന്നോട് ചെയ്യുന്നു കീബോർഡ്. വന്ന് വിൻഡോസ് 7 ആയി കഴിഞ്ഞപ്പോൾ വാട്ട് ഡു യു വാണ്ട് ടു കമ്പ്യൂട്ടർ ടു ഷട്ട് ഡൗൺ കൊടുത്തു. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു, എൻ്റർ. ഇനിയിപ്പോൾ തന്നെ ഷട്ട് ഡൗൺ ആയി പൊക്കോളൂ. അപ്പോൾ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത്